എടാ 4 മണിക്കും 5 മണിക്കും ഇടയിൽ നോക്ക്. ഈ 4 മണിക്കും 5 മണിക്കും ഇടയിൽ നമ്മുടെ ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഇങ്ങനെ എതിർദിശയിൽ വരും. 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഇങ്ങനെ എതിർദിശയിൽ വരും. ഇതേതാണ് സമയം എന്നാണ് പറയേണ്ടത്. അപ്പം 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിരെ ഇങ്ങനെ വരുന്നതിനെ വിളിക്കുന്നവരാണ് എതിർദിശ. അപ്പം 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്ത് എതിർദിശയിലാകും എന്ന് ചോദിച്ചാലും നമ്മൾ സമയം പറയേണ്ടത് 4 മണി കഴിഞ്ഞ് എന്നല്ലേ. അതേപോലെ മട്ടകോൺ ചോദിച്ചാലും 4 മണി കഴിഞ്ഞ് ഇന്ന സമയം എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ദാ ഏതൊരു ചോദ്യം കിട്ടിയാലും അടിസ്ഥാനമായിട്ട് എടുക്കേണ്ടത് ആരെയാ? ചെറിയ സമയത്തെയാണെന്ന് മനസ്സിലാക്കുക. ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. എൻട്രി ആപ്പിൻ്റെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട LGS തലം തൊട്ട് ഡിഗ്രി തലം വരെയും PSC ചോദിക്കാറുള്ള ക്ലോക്ക് എന്ന ടോപ്പിക്കാണ്. ആ ക്ലോക്കിലെ വളരെ കണ്ണിങ് ആയിട്ട് PSC ചോദിക്കുന്ന കിടിലൻ ചോദ്യങ്ങൾ LDC തലം തൊട്ട് അങ്ങോട്ട് വരാൻ പോകുന്ന LDC, +2 ലെവൽ പരീക്ഷകൾ, LP UP, ഡിഗ്രി തല പരീക്ഷകൾ, എല്ലാ പരീക്ഷകൾക്കും അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല ചോദ്യങ്ങൾ ഈ അടുത്തിടെ നടന്ന ഡിഗ്രി ലെവൽ ചോദ്യങ്ങളിലും കണ്ടുവന്ന ചോദ്യം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്നാൽ ഇതെല്ലാം നമ്മൾ ഒറ്റ മെത്തേഡിലാണ് ചെയ്യുന്നത്. ആ മെത്തേഡ് എന്തെന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്താണ് ആ ചോദ്യങ്ങൾ, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, വേഗത്തിൽ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അറിയാൻ ഈ വീഡിയോ ആദ്യാവസാനം കാണുക. നോട്ട് തയ്യാറാക്കി പഠിക്കുക. ഞാൻ ചെയ്ത ഉദാഹരണങ്ങളല്ലാതെ വേറെയും ഉദാഹരണങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. നിങ്ങളുടെ റാങ്ക് മെച്ചപ്പെടുത്തേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലോട്ട് പോയാലോ. നമ്മുടെ ക്ലോക്ക് എന്ന ടോപ്പിക്കിൻ്റെ നല്ല ചോദ്യങ്ങളിലെ ഒരു ചോദ്യം, 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിലാകുന്നത്? 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിലാകുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. മക്കളെ, 4 മണിക്കും 5 മണിക്കും ഇടയിൽ 4 മണിക്കും 5 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഇങ്ങനെ പുറത്തായിട്ട് വരും. നമുക്കറിയാം, ഇങ്ങനെ പുറത്തായിട്ട് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഒരേ ദിശ അല്ലേ. നമ്മൾ ഒന്നാമത്തെ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. പുറത്തായിട്ട് ഇങ്ങനെ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഒരേ ദിശ. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇങ്ങനെ പുറത്തായിട്ട് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഒരേ ദിശ, അഥവാ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയും. ഒരേ ദിശയിൽ നമുക്കറിയാം ഒരു ദിവസത്തിൽ മൊത്തം 22 തവണ വരും. ഒരു 12 മണിക്കൂറിൽ 11 വട്ടം വരും. അടുത്ത 12 മണിക്കൂറിൽ 11 വട്ടം വരും. അങ്ങനെ 24 മണിക്കൂറിൽ 11 22 തവണ ഒരേ ദിശയിൽ വരും. 24 മണിക്കൂറിൽ 22 തവണ ഒരേ ദിശയിൽ വരും. ഓക്കെ, അങ്ങനെ ഒരേ ദിശയിൽ വരുന്ന സമയങ്ങളിൽ ഒരു സമയമാണ് 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക്. 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഇങ്ങനെ ഒരേ ദിശയിൽ വരുന്നത് എന്ന ചോദ്യം. ഏത് സമയം എന്നാ ചോദിക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും ഒരു ക്ലോക്ക് അല്ലെങ്കിൽ അടുത്തൊരു വാച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ ഈ സമയം പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ക്ലോക്കോ വാച്ചോ നോക്കിയിരുന്നാൽ പോലും ഈ സമയം പറയാൻ പറ്റത്തില്ല. അതിന് കണക്ക് ചെയ്യുക തന്നെ വേണം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് എന്നല്ലേ? ഒന്നുമില്ല മക്കളെ, ഇത് PSC എപ്പോഴും ചോദിക്കുന്നത് 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിലാകുന്നത് എന്ന് ചോദിക്കും. 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർ ദിശയിലാകുന്നത് എന്ന് ചോദിക്കും. 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ മട്ടകോണിലാകുന്നത് എന്ന് ചോദിക്കും. എന്ന് തുടങ്ങിയ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് ആ പറയുന്ന സമയങ്ങളിൽ ആ പറയുന്ന 2 ലിമിറ്റുകളിൽ ചെറിയ ലിമിറ്റിനെയാണ്, ചെറിയ സംഖ്യയാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് എന്നങ്ങ് മനസ്സിലാക്കുക. കുറച്ച് പേർക്ക് ഇത് കേട്ടാൽ മനസ്സിലാവത്തില്ല, ഇവൻ എന്തുവാടാ ഈ പറയുന്നതെന്ന്. എടാ, ഞാൻ എന്ത് പറയും, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുക. ഏത് ചോദ്യം കിട്ടിയാലും ഏത് സമയത്ത് ഒരേ ദിശയിലാകും, ഏത് സമയത്ത് എതിർ ദിശയിലാകും, ഏത് സമയത്ത് മട്ടകോണിലാകും എന്ന് തുടങ്ങുന്ന ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കേണ്ടത് ചെറിയ സമയത്തെയാണെന്നങ്ങ് മനസ്സിലാക്കുക. നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ചെറിയ സമയത്തെയാണ്. തന്നിരിക്കുന്നതിലെ ചെറിയ സമയത്തെയാണ്. മനസ്സിലായോ? കാര്യം എന്തുവോ? എടാ, 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ 4 മണി കഴിഞ്ഞായിരിക്കും, എന്നാൽ 5 മണിക്ക് മുമ്പേ ആയിരിക്കും.
അപ്പം നമുക്ക് സമയം പറയേണ്ടത് 4 മണി കഴിഞ്ഞ് എന്നല്ലേ, ശരിയാണോ? അപ്പം 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്ത് എതിർദിശയിലാകും എന്ന് ചോദിച്ചാലും നമ്മൾ സമയം പറയേണ്ടത് 4 മണി കഴിഞ്ഞ് എന്നല്ലേ. അതേപോലെ മട്ടകോൺ ചോദിച്ചാലും 4 മണി കഴിഞ്ഞ് ഇന്ന സമയം എന്നല്ലേ പറയേണ്ടത്. അതുകൊണ്ട് ദാ ഏതൊരു ചോദ്യം കിട്ടിയാലും അടിസ്ഥാനമായിട്ട് എടുക്കേണ്ടത് ആരെയാ? ചെറിയ സമയത്തെയാണെന്ന് മനസ്സിലാക്കുക, ചെറിയ സംഖ്യയാണെന്ന് തിരിച്ചറിയുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശരി, എങ്കിൽ നമ്മുടെ ചോദ്യം 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിലാകുന്നത്? മക്കളെ ഒന്നുമില്ല, നിങ്ങളൊരു കുഞ്ഞ് സമവാക്യം കാണാതെ പഠിക്കണം. നമ്മുടെ സമവാക്യം ഇതാണ്, 60a/11. എടാ നമ്മുടെ സമവാക്യം ഇന്നതാണ്, 60a/11. ഒന്ന് പറഞ്ഞേ, 60a/11. ഒന്ന് പറഞ്ഞേ, 60a/11. ഒന്നുകൂടെ, 60a/11. ഒന്നുകൂടെ, 60a/11. ഫൈനലായിട്ട് ഒന്നുകൂടെ, അത് തന്നെ 60a/11. ഓക്കെ ആണോ? ശരി, അപ്പോൾ 60 × a/11 ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടും. അപ്പോൾ 60 × a എന്താണെന്നറിഞ്ഞ് അത് ഗുണിച്ചിട്ട് അതിനെ 11 കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ഉത്തരവായി. അപ്പോൾ എന്താണ് മക്കളെ എ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എടാ 4നും 5നും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിലാകുന്നത് എന്നല്ലേ ചോദ്യം, എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരേ ദിശയിൽ വരുമ്പം സൂചികൾ തമ്മിൽ കോണളവ് വല്ലതും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. സൂചികൾ പുറത്ത് ഇരിക്കുമ്പോൾ അവയ്ക്കിടയിൽ കോണളവ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, കോണളവില്ല. അപ്പോൾ നമുക്കതിനെ 0 ഡിഗ്രി എന്ന് പറയാം. എങ്കിൽ മക്കളെ നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് ചോദ്യം കിട്ടിയാലും നമ്മുടെ അടിസ്ഥാനം ചെറിയ സമയമാണ്. നിങ്ങൾ ചിന്തിക്കണം, എടാ ചെറിയ സമയമായ 4നോട് 0 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരാണോ അവനാണ് നമ്മുടെ എ. ചെറിയ സംഖ്യയായ 4നോട് 0 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരാണോ അതാണ് നമ്മുടെ എ. എങ്കിൽ മക്കളെ 4നോട് 0 ഡിഗ്രി ഉണ്ടാക്കാൻ കഴിവുള്ള സംഖ്യ 4 തന്നെ. എടാ 5നോട് 0 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ 5 തന്നെ. 7നോട് 0 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ 7 തന്നെ. 10നോട് 0 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ 10 തന്നെ. 11നോട് 0 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ 11 തന്നെ. ഏതൊരു സംഖ്യയോടും 0 ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ ആ സംഖ്യ തന്നെ ആയിരിക്കും. മനസ്സിലായോ? എടാ നമ്മുടെ ചോദ്യം 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് ഒരേ ദിശയിൽ വരുന്നതെന്നാണ്. നമുക്കറിയാം ഒരേ ദിശ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി, ഒരേ ദിശയിൽ വരുമ്പോൾ 0 ഡിഗ്രിയാണ്. എങ്കിൽ ചെറിയ സംഖ്യയുമായി 0 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏത് ചോദ്യത്തിൻ്റെയും അടിസ്ഥാനമായിട്ട് എടുക്കേണ്ടത് ചെറിയ സമയത്തെയാണ്. അപ്പോൾ ചെറിയ സംഖ്യയായ 4നോട് 0 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരോ അവനാണ് നമ്മുടെ എ. എങ്കിൽ നമുക്കറിയാം 4നോട് 0 ഡിഗ്രി ഉണ്ടാക്കാൻ 4ന് മാത്രമേ സാധിക്കൂ. എങ്കിൽ നമ്മുടെ ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 60 × 4/11 ചെയ്യണം. 11 കൊണ്ട് നിശേഷം വെട്ടാൻ പറ്റത്തില്ല, ഗുണിക്കണം. 6 × 4 24, 240 വരും. 240/11 വരും. ശരി, 240നെ 11 കൊണ്ട് ഹരിക്കണം. 240നെ നമ്മൾ 11 കൊണ്ട് ഹരിക്കുമ്പം ഇങ്ങനെ വരും. 2 11 22, ശിഷ്ടം 2 20 1 11 11 ശിഷ്ടം 9 വരും. ഓക്കെ, നമ്മൾ ഇവനെ എങ്ങനെ മാറ്റി എഴുതുന്നത്? നമ്മൾ അവനെ മാറ്റി എഴുതുന്നത് പ്രധാന സംഖ്യ 21 താഴെ വന്നിരിക്കുന്ന 11 താഴെ തന്നെ ശരിയാണോ? 11ൽ 9 എന്ന് വരും. ഇനി നമ്മൾ എങ്ങനെ സമയം പറയുന്നതെന്ന് അറിയാമോ? 4നും 5നും ഇടയ്ക്കാണല്ലോ. നമുക്കറിയാം 4 മണി കഴിഞ്ഞ് മക്കളെ 4 മണി കഴിഞ്ഞ് 21 മിനിറ്റും 11:09 സെക്കൻഡും. എടാ 4 മണി കഴിഞ്ഞ് 21 മിനിറ്റും ബാക്കി 11:09 സെക്കൻഡും ആകുമ്പോഴാണ് ഈ സൂചികൾ ഒരേ ദിശയിൽ വരുന്നത്. മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിലാകുന്നത്. ഈ സമയം നിങ്ങൾക്ക് ഒരു വാച്ചോ ക്ലോക്കോ നോക്കിയിരുന്ന് പറയാൻ പറ്റുന്നതാണോ? അല്ല, പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ 4 മണി കഴിഞ്ഞ് 21 മിനിറ്റും 11:09 സെക്കൻഡും. 4 മണി കഴിഞ്ഞ് 21 മിനിറ്റും 11:09 സെക്കൻഡും. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പം നമ്മുടെ സമവാക്യം എന്തുവാ? 60a/11. നമ്മുടെ സൂത്രവാക്യം എന്തുവാ? 60a/11. എ എന്തുവാ? ചെറിയ സംഖ്യയുമായി ഒരേ ദിശയാ ചോദ്യം. അപ്പോൾ ഒരേ ദിശ വരുമ്പം 0 ഡിഗ്രിയാണ്. ഒരേ ദിശയിൽ 0 ഡിഗ്രിയാണ്. അപ്പം ചെറിയ സംഖ്യയുമായി 0 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യയാണ് നമ്മുടെ എ. ഇവിടെ നമ്മുടെ ഭാഗ്യവശാൽ ചെറിയ സംഖ്യയുമായി 0 ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ ആ സംഖ്യ തന്നെയാണ്. മനസ്സിലായോ? അതുകൊണ്ട് 60 × 4/11.
ശരി, നമുക്ക് രണ്ട് ചോദ്യങ്ങൾ നോക്കാം. 5 മണിക്കും 6 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിലാകുന്നത്? 5 മണിക്കും 6 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിലാകുന്നത്? ഒരേ ദിശയാണ് ചോദ്യം, ഒരേ ദിശ. ചോദ്യം 5നും 6നും ഇടയില. കണ്ടോ, 5നും 6നും ഇടയിൽ ഏത് സമയത്താണ് ഒരേ ദിശയിലാകുന്നത്? നമുക്കറിയാം ഒരേ ദിശ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി എന്നാ? 0 ഡിഗ്രി എന്നാ. അപ്പോൾ ഒരേ ദിശയിൽ വരിക എന്ന് പറഞ്ഞാൽ സൂചികൾക്കിടയിലുള്ള കോണളവ് 0 ഡിഗ്രി എന്നാ. ശരിയാണോ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ. നമ്മുടെ സൂത്രവാക്യം ഇതാണ് മക്കളെ. നമ്മുടെ സൂത്രവാക്യം 60a/11. നമ്മുടെ സമവാക്യം 60a/11. നമ്മുടെ സമവാക്യം 60a/11. 60a/11. മനസ്സിലായോ? ശരി, അപ്പം നമ്മുടെ എ എന്ന് പറഞ്ഞാൽ ദാ ചെറിയ സംഖ്യയുമായി 0 ഡിഗ്രി ഉണ്ടാക്കുന്നവൻ ആരാണോ അവനാണ് നമ്മുടെ എ. ചെറിയ സംഖ്യയുമായി 0 ഡിഗ്രി ഉണ്ടാക്കുന്നവൻ ആരാണോ അവനാണ് നമ്മുടെ എ. ശരി, നമുക്കറിയാം ചെറിയ സംഖ്യ 5. 5മായിട്ട് 0 ഉണ്ടാക്കാൻ ആ 5ന് മാത്രമേ സാധിക്കൂ. 5മായിട്ട് 0 ഉണ്ടാക്കാൻ ആ 5ന് മാത്രമേ സാധിക്കൂ. ശരിയാണോ? എങ്കിൽ ദാ 5മായിട്ട് 0 ഉണ്ടാക്കുന്ന സംഖ്യ 5 തന്നെ. അപ്പോൾ 60 × 5/11 എന്ന് വരും. ശരി, 6 5 30. ദാ 300/11 എന്ന് വരും. ഓക്കെ ആണോ? ശരി, നമ്മൾ 300നെ 11 കൊണ്ട് ഹരിക്കാൻ പോവാം. 300നെ 11 കൊണ്ട് ഹരിക്കുമ്പം 11 2 22. ശിഷ്ടം 8. 80-നകത്ത് 11 7 77. ശിഷ്ടം 3. അപ്പോൾ നമ്മൾ ഇവനെ എങ്ങനെ മാറ്റി എഴുതുന്നത്? 27ഉം പ്രധാന ഉത്തരം 27. 11ൽ 3 എന്ന് എഴുതും. 27ഉം 11ൽ 3. എന്നിട്ട് ഉത്തരം പറയേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ചോദ്യം 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കുക. അപ്പോൾ 5 മണിക്കും 6 മണിക്കും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ 5 മണി കഴിഞ്ഞായിരിക്കും, 6 മണിക്ക് മുമ്പേ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 5 മണി കഴിഞ്ഞ് ദാ 27 മിനിറ്റും 11ൽ 3 സെക്കൻഡും. 5 മണി കഴിഞ്ഞ് 27 മിനിറ്റും 11ൽ 3 സെക്കൻഡും. 5 മണി 27 മിനിറ്റ് 11ൽ 3 സെക്കൻഡ്. ഇതൊരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാച്ച് ക്ലോക്ക് നോക്കി എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഓക്കെ ആണോ? ഇതാ അടുത്ത ചോദ്യം. 2 മണിക്കും 3 മണിക്കും ഇടയിൽ, മക്കളെ 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ദാ ഒരേ ദിശയിലാകുന്നത് എന്നാ ചോദ്യം. ഒരേ ദിശ നമുക്കറിയാം. ഒരേ ദിശ 2 മണിക്കും 3 മണിക്കും ഇടയിലും അങ്ങനെ ഒരേ ദിശയിൽ വരും. അത് ഏതാണ് സമയം എന്ന് കറക്റ്റായിട്ട് പറയണം. നമുക്കറിയാം 2 മണിക്കും 3 മണിക്കും ഇടയില. 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിലാകുന്നതെന്ന് നമുക്കറിയാം. ഒരേ ദിശ എന്ന് പറഞ്ഞാൽ സൂചികൾക്കിടയിൽ കോണളവ് 0 ഡിഗ്രിയാണ്. അപ്പം 2നും 3നും ഇടയ്ക്ക് ഏത് സമയത്താണ് സൂചികൾ 0 ഡിഗ്രി ആകുന്നത് എന്നാണ് ചോദ്യം. 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ സൂചികൾ 0 ഡിഗ്രി ആകുന്നത് അഥവാ ഒരേ ദിശയിലാകുന്നത്? നമുക്കറിയാം ഒരേ ദിശയിലെ സമയം ചോദിച്ചാൽ സൂത്രവാക്യം ഇങ്ങനെ 60a/11. മക്കളെ 60a/11. അപ്പോൾ നമ്മുടെ എ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞ് ഏതൊരു ചോദ്യം ചോദിച്ചാലും നമ്മൾ അടിസ്ഥാനം, നമ്മുടെ ബേസ് ചെറിയ സമയമാണ്. എങ്കിൽ ചെറിയ സമയവുമായി അഥവാ ചെറിയ സംഖ്യയുമായി 0 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരാണോ അതാണ് നമ്മുടെ എ. ചെറിയ സംഖ്യയുമായി 0 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരാണോ അതാണ് നമ്മുടെ എ. നമുക്കറിയാം ഏതൊരു സംഖ്യയുമായിട്ടും 0 ഡിഗ്രി ഉണ്ടാക്കാൻ ആ സംഖ്യയ്ക്ക് തന്നെ കഴിവുള്ളൂ. എങ്കിൽ ഇവിടെ നമ്മുടെ എ എന്ന് പറഞ്ഞാൽ 2. 60 × 2/11. 6 2 12. 120. 120/11 എന്ന് വരും. ശരി, 120നെ 11 കൊണ്ട് ഹരിക്കണം. 120നെ 11 കൊണ്ട് ഹരിക്കുമ്പം ഇതാ 11 10 വട്ടം 110. ശരിയാണോ? അല്ലാതെ ഒരു വട്ടം ഒന്ന് എഴുതിയിട്ട് ശിഷ്ടം 10 ഒന്നും എഴുതി കാണിക്കരുത്. 11 10 110. ശിഷ്ടം 10. നമ്മളിതിനെ എങ്ങനെ മാറ്റിയിടുന്നത്? ഇതാണ് പ്രധാന ഉത്തരം. 10 എന്ന് എഴുതി, താഴെ 11 മുകളിലും 10. അപ്പോൾ എങ്ങനെ എഴുതും? നമ്മുടെ ചോദ്യം 2 മണിക്കും 3 മണിക്കും ഇടയിലെന്നാണ്. അപ്പോൾ എന്തായാലും 2 മണി കഴിയണം, 3 മണി ആവത്തുമില്ല. അപ്പോൾ ഇങ്ങനെ പറയാം 2 മണി കഴിഞ്ഞ് ദാ 10 മിനിറ്റ്, അതായത് ഈ 10 മിനിറ്റും ബാക്കി 11ൽ 10 സെക്കൻഡും. 2 മണി കഴിഞ്ഞ് 10 മിനിറ്റും 11ൽ 10 സെക്കൻഡും. 2 മണി കഴിഞ്ഞ് 10 മിനിറ്റും 11ൽ 10 സെക്കൻഡിലുമാണ് 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് സൂചികൾ ഒരേ ദിശയിൽ വരുന്ന സമയം. മനസ്സിലായോ? സിമ്പിൾ ഇല്ലയോ?
അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും ചെയ്യും, ഇതേപോലെ തന്നെ ചെയ്യും. ഇപ്പം തന്നെ കുറച്ച് പേർക്ക് ആശയം കിട്ടിക്കാണും എന്താണ് ചെയ്യേണ്ടതെന്ന്. കിട്ടിയോ? കിട്ടിയില്ലെങ്കിലും കൂടെ വാ. നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെ: 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർ ദിശയിലാകുന്നത്? മക്കളെ, 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർ ദിശയിലാകുന്നത്? എടാ, 4 മണിക്കും 5 മണിക്കും ഇടയിൽ നോക്ക്. ഈ 4 മണിക്കും 5 മണിക്കും ഇടയിൽ നമ്മുടെ ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഇങ്ങനെ എതിർ ദിശയിൽ വരും. 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഇങ്ങനെ എതിർ ദിശയിൽ വരും. ഇതേതാണ് സമയം എന്നാണ് പറയേണ്ടത്. അപ്പം 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിരെ ഇങ്ങനെ വരുന്നതിനെ വിളിക്കുന്നവരാണ് എതിർദിശ. ഇതേതാണ് സമയം എന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് പറയേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് നോക്കിയിരുന്ന് ഉത്തരം പറയാൻ പറ്റത്തില്ല. കണക്ക് ചെയ്ത് മാത്രമേ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെ മക്കളെ, ഇവിടെ ചോദ്യം എതിർ ദിശയിലാകുന്നത് എന്ന നമ്മൾ നേരത്തെ ഉപയോഗിച്ച സമവാക്യം എന്തുവാ? ഒരേ ദിശയിലായപ്പോൾ നമ്മൾ ഉപയോഗിച്ച സമവാക്യം എന്തുവാ? 60a/11. സമവാക്യം എന്തുവാ? പറ. 60a/11. എങ്കിൽ ദാ ഇവിടെയും ഒരണുവിട മാറ്റമില്ല മക്കളെ. നമ്മുടെ സൂത്രവാക്യം 60a/11. എടാ, 60a/11 മനസ്സിലായോ? ശരി, അപ്പം 60 × a/11 ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടും. അതിനെന്താണ് എ എന്നറിയണം. നമ്മൾ കഴിഞ്ഞ സെറ്റിനകത്തിൽ നിങ്ങൾ ചിന്തിച്ചല്ലോ, കഴിഞ്ഞ സെറ്റ് ചോദ്യങ്ങൾക്കതിൽ നമ്മൾ പറഞ്ഞു 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒരേ ദിശയിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എടാ, ഒരേ ദിശയിൽ വരുമ്പം സൂചികൾക്കിടയിൽ കോണളവില്ല, അതുകൊണ്ട് അതിനെ 0 ഡിഗ്രി എന്ന് പറയാം. എന്നാൽ ഇവിടെ നമ്മുടെ ചോദ്യം എന്തുവാ? ഇവിടെ നമ്മുടെ ചോദ്യം 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർ ദിശയിൽ വരുന്നത് എന്നല്ലേ? എതിർദിശ ഇങ്ങനെ വരുന്നത്. എടാ, ഇങ്ങനെ വരുമ്പം കോണളവില്ലയോ? ഉണ്ട്, കോണളവുണ്ട്. സൂചികൾ നേരെ എതിരെ നിൽക്കുമ്പോൾ നമുക്കറിയാം കോണളവുണ്ട്, അത് 180 ഡിഗ്രിയാണ്. കറക്റ്റ് എതിരെ നിൽക്കുമ്പോൾ നമുക്കറിയാം കോണളവുണ്ട്, 180 ഡിഗ്രിയാണ്. ഞാൻ ആദ്യം നിങ്ങളോടൊരു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടോ? എടാ, അടിസ്ഥാനമായിട്ട് നമ്മൾ ചെറിയ സമയത്തെ എടുക്കണം. 4-നും 5-നും ഇടയ്ക്ക്, 2-നും 3-നും ഇടയ്ക്ക്, 1-നും 2-നും ഇടയ്ക്ക് എന്നൊക്കെ പറയുമ്പം അതിലെ ചെറിയ സമയമാണ് നമ്മുടെ അടിസ്ഥാനം. എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഇതേ ഉള്ളൂ. എടാ, ചെറിയ സംഖ്യയുമായി അഥവാ ചെറിയ സമയവുമായി 180 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരാണോ അതാണ് നമ്മുടെ എ. മനസ്സിലായോ? ചെറിയ സംഖ്യയുമായി 180 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരാണോ അതാണ് നമ്മുടെ എ. ചെറിയ സംഖ്യയുമായി 180 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരാണോ അതാണ് നമ്മുടെ എ. എങ്കിൽ ചെറിയ സംഖ്യയുമായി 180 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ചെറിയ സംഖ്യ 4. ഇതിനോട് 180 ഉണ്ടാക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങോട്ട് 6ാമത്തെ സംഖ്യ എടുക്കണം മക്കളെ. 1, 2, 3, 4, 5, 6, 10. കണ്ടോ കാര്യം? മൊത്തം 12 സംഖ്യകളുണ്ട്. മൊത്തം 12 സംഖ്യകൾ മക്കളെ 360 ഡിഗ്രി എങ്കിൽ 12ന്റെ പകുതി 6ാമത്തെ സംഖ്യ 180 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെയെങ്കിൽ അങ്ങോട്ട് വേണമെങ്കിലും എടുക്കാം. 1, 2, 3, 4, 5, കണ്ടോ 6. കണ്ടോ? ഒന്നുമില്ല. ഇനി അങ്ങനെ എടുക്കാൻ പാടാണെങ്കിൽ ഒന്നുകിൽ ഇടത്തോട്ടോ വലത്തോട്ടോ 6ാമത്തെ സംഖ്യ എണ്ണി നോക്കിയാൽ മതി. അതും പാടാണെങ്കിൽ 4-മായിട്ട് നേരെ എതിരെ കിടക്കുന്ന സംഖ്യ ആരാണോ അതായിരിക്കും 180 ഡിഗ്രി ഉണ്ടാക്കുന്നത്. ശരിയില്ലയോ? കാരണം നമുക്കറിയാം 180 ഡിഗ്രി ഉണ്ടാകണം, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരണം. അപ്പം 4-മായിട്ട് 180 ഉണ്ടാക്കണമെങ്കിൽ നേരെ എതിരെ കിടക്കുന്നവനായിരിക്കണം. 12-മായിട്ട് 180 ഉണ്ടാക്കാൻ പറ്റുന്നവൻ 6, 7-മായിട്ട് 180 ഉണ്ടാക്കാൻ പറ്റുന്നവൻ 1, 8-മായിട്ട് 2, തിരിച്ച് 2-മായിട്ട് 8, 9-മായിട്ട് 180 ഉണ്ടാക്കുന്നവൻ 3, 11-മായിട്ട് 180 ഉണ്ടാക്കുന്നവൻ 5. മനസ്സിലായോ? ഇതാണ് ആ ഒരു കാര്യം. അപ്പം മനസ്സിലായി. 4-മായിട്ട് 180 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ 10 ആണ്. നേരെ എതിരെ കിടക്കുന്നവനെ എടുത്താൽ മതി. മനസ്സിലായോ? കാര്യം 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൂചികൾ എതിരെ വരണം. അപ്പോൾ ചെറിയ സംഖ്യയായ 4-നോട്, അതാ ഞാൻ പറഞ്ഞ എപ്പോഴും നമ്മുടെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം ചെറിയ സമയമാണ്. ചെറിയ സംഖ്യയായ 4-നോട് 180 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ എടുക്കണം. അതെങ്ങനെ എടുക്കും? അപ്പോൾ നമുക്ക് മനസ്സിലായി 4-നോട് നേരെ എതിരെ നിൽക്കുന്ന സംഖ്യ 10. ഓക്കെ ആണോ? 4-നോട് നേരെ എതിരെ നിൽക്കുന്ന സംഖ്യ 10. ശരി, 4-നോട് നേരെ എതിരെ നിൽക്കുന്ന സംഖ്യ 10 ആയതുകൊണ്ട് നമ്മുടെ എ എന്ന് പറഞ്ഞാൽ 10. 60 × 10/11. അപ്പോൾ 600/11 എന്ന് വരും.
ശരി, എങ്ങനെ ചെയ്യും? നേരത്തെ ചെയ്തതുപോലെ 600നെ 11 കൊണ്ട് ഹരിക്കണം. 11 5 തവണ നമുക്കറിയാം 55. ഓക്കെ ആണോ? ശിഷ്ടം 5. 50 4 തവണ 44. ശിഷ്ടം 6. നമ്മളിവനെ എങ്ങനെ എഴുതുന്നത്? 54 മെയിൻ സംഖ്യ, 11 6 എന്നെഴുതും. പറ, ഉത്തരം പറ. അതായത് നേരത്തെ പറഞ്ഞിട്ട് പോലെ തന്നെ 4 മണി കഴിയുകയും ചെയ്യണം, 5 മണി ആവുകയും ചെയ്യരുത്. അപ്പോൾ ചെറിയ സമയം കഴിഞ്ഞിട്ട്, അഥവാ 4 മണി കഴിഞ്ഞ് 54 മിനിറ്റും 11 6 സെക്കൻഡും 4 മണി കഴിഞ്ഞ് 54 മിനിറ്റും 11 6 സെക്കൻഡും ആകുമ്പോഴാണ് ഇവർ നേരെ എതിർ ദിശയിൽ വരുന്നത്. 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിലാകുന്ന സമയം 4 മണി കഴിഞ്ഞ് 54 മിനിറ്റും 11 6 സെക്കൻഡും. 4 മണി കഴിഞ്ഞ് 54 മിനിറ്റും 11 6 സെക്കൻഡും. മനസ്സിലായോ? സിമ്പിൾ അല്ലയോ? നമ്മുടെ സൂത്രവാക്യം അപ്പോഴും ദാ ഇത് തന്നെ. എന്ത് പറ? 60a/11, 60a/11, 60a/11. ഓക്കെ ആണോ? ശരി, 2 ചോദ്യം നോക്കാം. 7 മണിക്കും 8 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിലാകുന്നത്? നമുക്കറിയാം, എതിർദിശയിലെ സമയം കണ്ടെത്താൻ നമ്മൾ കണ്ടുപിടിക്കുന്ന സൂത്രവാക്യം, നമ്മൾ പഠിക്കുന്ന സൂത്രവാക്യം 60a/11. 60 × a/11 ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: 7 മണിക്കും 8 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് എതിർദിശയിലാകുന്നതെന്നാണ്. ഇതാണ് മക്കളെ എതിർദിശ. നമുക്കറിയാം, എതിർദിശ ഉണ്ടാവണമെങ്കിൽ ഈ സൂചികൾക്കിടയിൽ 180 ഡിഗ്രി ഉണ്ടാവണം. അപ്പോൾ 7നും 8നും ഇടയ്ക്ക് ഏത് സമയത്താണ് 180 ഡിഗ്രിയിൽ വരുന്നത് എന്ന ചോദ്യം. 7നും 8നും ഇടയിൽ ഏത് സമയത്താണ് 180 ഡിഗ്രിയിൽ സൂചികൾ വരുന്നതെന്നാ ചോദ്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ, ചെറിയ സംഖ്യയുമായിട്ട് കണ്ടോ 180 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരോ അവരെ നമ്മൾ എ എന്ന് വിളിച്ചാൽ മതി. ചെറിയ സംഖ്യയുമായിട്ട് 180 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരോ അവനെ എ എന്ന് വിളിക്കുക. ചെറിയ സംഖ്യ ആരാ മക്കളെ? 7. അവനോട് 180 ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ നേരെ എതിരെ കിടക്കുന്നവൻ 1. അതല്ലെങ്കിൽ എണ്ണി നോക്കണം. 1 2 3 4 5 കണ്ടോ 6. എങ്ങോട്ട് വേണമെങ്കിലും എണ്ണി നോക്കിക്കോ. തിരിച്ചെണ്ണി നോക്കിയാൽ ഇതാ 1 2 3 4 5 6 കണ്ടോ. എങ്ങനെ എണ്ണി നോക്കിയാലും ആറാമത്തെ സംഖ്യ 1 വരും. വേണ്ട, 7മായിട്ട് 180 ഉണ്ടാക്കാൻ പറ്റുന്നവൻ നേരെ എതിരെ കിടക്കുന്നവനായിരിക്കണം. നേരെ എതിരെ കിടക്കുന്നവനായിരിക്കണം. ശരിയാണോ? എങ്കിൽ അതുമായിട്ട് 180 ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ 1. 60 × 1/11 വരും. 60 × 1 60 തന്നെ. 60/11. ശരി, 60നെ നമ്മൾ 11 കൊണ്ട് ഹരിക്കുമ്പം 5 11 55. ശിഷ്ടം 5. 5ഉം 11ൽ 5 വരും. നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? ചെറിയ സമയം കഴിഞ്ഞ്, അഥവാ 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 11ൽ 5 സെക്കൻഡും. ഇതാണ് സമയം. 7 മണി കഴിഞ്ഞ് ഏകദേശം 5 മിനിറ്റും 11ൽ 5 സെക്കൻഡും. ഇങ്ങനെ വരുമ്പോഴാണ് ഇവർ എതിർദിശയിൽ വരുന്നത്. കണ്ടോ, 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 11ൽ 5 സെക്കൻഡും. ക്ലിയർ? വ്യക്തമല്ലേ? മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം: 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിലാകുന്നത്? 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിലാകുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം, എതിർദിശ എന്ന് ചോദിച്ചാൽ എതിർദിശയിലെ സമയം കാണുന്ന സമവാക്യം ഇതാണ്: 60a/11. മക്കളെ, 60a/11. 60a/11. ശരി, അപ്പോൾ 60 × a എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ ചോദ്യം എന്തുവാ? 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിലാകുന്നത്? നമുക്കറിയാം, എതിർദിശ എന്ന് പറഞ്ഞാൽ സൂചികൾക്കിടയിൽ 180 ഡിഗ്രി വ്യത്യാസമുണ്ട്. എങ്കിൽ ചെറിയ സംഖ്യയുമായി 180 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരോ അതാണ് നമ്മുടെ എ. ചെറിയ സംഖ്യയായ 2നോട് 180 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ നമുക്കറിയാം. 2നോട് 180 ഉണ്ടാക്കണമെങ്കിൽ 2ൻ്റെ നേരെ എതിരെ കിടക്കുന്ന 8 ആയിരിക്കണം. അല്ലെങ്കിൽ എണ്ണി നോക്ക്: 1 2 3 4 5 6. കണ്ടോ, ആറാമത്തെ സംഖ്യ ആയിരിക്കും. അപ്പോൾ 2നോട് 180 ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ 8. ശരിയാണോ?
എങ്കിൽ ചെറിയ സമയമായ 2നോട് 180 ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ 8 എങ്കിൽ 60 × 8/11 6 8 48 480/11 എന്ന് വരും. ഓക്കെ, നമുക്ക് ഹരിക്കാം. 480-നെ 11 കൊണ്ട് ഹരിക്കാം. ഹരിക്കുമ്പം 11 4 44, ശിഷ്ടം 4 0, 11 3 33, ശിഷ്ടം 7. എങ്ങനെ മാറ്റി എഴുതും? 43-ഉം 11-7 എന്നെഴുതും. അതായത് 2 മണി കഴിഞ്ഞ് മക്കളെ 2 മണി കഴിഞ്ഞ് 43 മിനിറ്റും 11-7 സെക്കൻഡും. 2 മണി കഴിഞ്ഞ് 43 മിനിറ്റും 11-7 സെക്കൻഡും. 2 മണി കഴിഞ്ഞ് 43 മിനിറ്റും 11-7 സെക്കൻഡും. 43 മിനിറ്റും 11-7 സെക്കൻഡും ആകുമ്പോഴാണ് ഇത് എതിർദിശയിലാകുന്നത്. ഇതാ ഇങ്ങനെ വരും. മനസ്സിലായോ? ഇതാണ് ആ സമയം. ക്ലിയറായി കാണുമെന്ന് കരുതട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരേ ദിശയിൽ വരുന്ന സമയം കാണുന്നത് എങ്ങനെയാണ്? 60A/11. എതിർദിശയിൽ വരുന്ന സമയം കാണുന്നത് എങ്ങനെയാണ്? 60A/11. ഓക്കെ ആണോ? 60A/11. ശരി. അപ്പോൾ രണ്ടിടത്തും നമ്മൾ ഉപയോഗിച്ച സൂത്രവാക്യം മക്കളെ ഒന്ന് തന്നെ, 60A/11 തന്നെ, 60A/11 തന്നെ. എങ്കിൽ ഇതാ നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെ: എടാ 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ മട്ടകോണിലാകുന്നത്? 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദിച്ച ചോദ്യമാണ്. 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ മട്ടകോണിലാകുന്നത് എന്ന്. നോക്ക് മക്കളെ, അപ്പം നമ്മൾ ആദ്യം പഠിച്ചു ഒരേ ദിശ. 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് ഒരേ ദിശയിലാവുന്നത്? സമവാക്യം 60A/11. പിന്നെ പഠിച്ചു 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് എതിർദിശയിലാകുന്നത്? സമവാക്യം 60A/11. നമ്മളിപ്പോൾ പറയാൻ വരുന്നു 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് മട്ടകോണിലാകുന്നത്? മക്കളെ സൂത്രവാക്യം ദാ 60A/11. എടാ നമ്മുടെ സമവാക്യം 60A/11. പറ 60A/11. പറ 60A/11. ഒന്നുകൂടെ പറ. അത് തന്നെ, പഴയത് തന്നെ, പണ്ടത്തെ തന്നെ, 60A/11. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഇതെന്താണെന്ന്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. എടാ നമ്മൾ ആദ്യം പറഞ്ഞു 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ഒരേ ദിശയിലാകുന്നത്? ഒരേ ദിശയിലാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ഡിഗ്രി എന്നാണ്. അപ്പം 4 മണി 4-നും 5-നും ഇടയ്ക്ക് ഏത് സമയത്താണ് 0 ഡിഗ്രി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയപ്പം ചെറിയ സംഖ്യയുമായി 0 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരോ അവനെ നമ്മൾ എ എന്ന് വിളിച്ചു. ഓക്കെ ആണോ? പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞു 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിലാകുന്നത്? എതിർദിശയിലാകുമ്പം സൂചികൾക്കിടയിൽ മക്കളെ 180 ഡിഗ്രി വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ചെറിയ സമയമായ 4-നോട് 180 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരോ അവനെ എ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ആണോ? എടാ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഓക്കെയാ. ഇനി ഞാൻ പറയുന്നതിന് പെർഫെക്റ്റ് ഓക്കെയാ. എന്തുവാ? 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ മട്ടകോണിലാകുന്നത് എന്നാ ചോദ്യം. നമുക്കറിയാം മട്ടകോണെന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി എന്നാ? 90 ഡിഗ്രി എന്നാ മക്കളെ, 90 ഡിഗ്രി എന്നാ. അപ്പോൾ എന്തുമായിരിക്കും സംഗതി? അത് തന്നെ ഏറാ. എടാ 4-നും 5-നും ഇടയ്ക്ക് ഏത് സമയത്താണ് മട്ടകോണിലാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ സംഖ്യ, അതാണ് നമ്മുടെ ബേസ്. ചെറിയ സംഖ്യയുമായി 90 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരോ അതാണ് നമ്മുടെ എ. ചെറിയ സംഖ്യയുമായി 90 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ ആരാണോ അവനാണ് നമ്മുടെ എ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? എടാ ഒരു സംഖ്യയുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കാൻ 2 സംഖ്യകൾക്ക് പറ്റും. മനസ്സിലായോ? അതായത് ഒരു സംഖ്യയുമായിട്ട് 0 ഡിഗ്രി ഉണ്ടാക്കാൻ ഒരു സംഖ്യയ്ക്കേ പറ്റത്തുള്ളൂ, അത് ആ സംഖ്യയ്ക്ക് തന്നെ. ഒരു സംഖ്യയുമായിട്ട് 180 ഡിഗ്രി ഉണ്ടാക്കാൻ ഒരു സംഖ്യയ്ക്കേ പറ്റത്തുള്ളൂ, അത് നേരെ എതിരെ കിടക്കുന്ന സംഖ്യയ്ക്കാണ്. അതുപോലെ ഒരു സംഖ്യയുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കാൻ എന്നാൽ 2 സംഖ്യകൾക്ക് പറ്റും. അത് ആരൊക്കെയെന്നറിയാമോ? അത് 90 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യകളെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. 6ാമത്തെ സംഖ്യ എടുത്താൽ 180,
അപ്പം മൂന്നാമത്തെ സംഖ്യ എടുത്താൽ 180ൻ്റെ പകുതി 90 ആയിരിക്കും മക്കളെ. 1, 2, 3 ശരിയില്ലയോ? ഓരോ 5 മിനിറ്റിൽ 30 ഡിഗ്രി വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ 30, ഇവിടെ 60, ഇവിടെ 90 ശരിയില്ലയോ? അപ്പോൾ അതാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ 1, 2, 3 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും 4 90 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഖ്യ 1. ഇങ്ങോട്ടെടുത്താൽ ഇതാ 1, 2, 3 7. അപ്പം 4 90 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഖ്യ 7. 1 ഉണ്ട് മക്കളെ, 7 ഉണ്ട്. 1 ഉണ്ട് സുഹൃത്തുക്കളെ, 7 ഉണ്ട്. നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ 2ഉം ചെയ്യണം. നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ 2ഉം ചെയ്യണം. അപ്പോൾ 2ഉം ചെയ്താൽ 2 ഉത്തരവായിട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. പക്ഷേ PSC ഇതിനകത്തിൽ ഏതാണ് ഓപ്ഷനിൽ കൊടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. കഴിഞ്ഞ വട്ടം ഇത് 2 എണ്ണത്തിനകത്തിൽ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു കൊടുത്തത്. ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കറപ്പിക്കുക, ഇല്ലെങ്കിൽ അടുത്തതൂടെ ചെയ്യുക. ശരി, അപ്പോൾ മനസ്സിലായി. ഇതാ 4 90 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യ അങ്ങോട്ടത്തെ മൂന്നാമത്തെ സംഖ്യ എടുത്താൽ 1 വരും, ഇങ്ങോട്ട് മൂന്നാമത്തെ സംഖ്യ എടുത്താൽ 7 വരും. എടാ 4ൽ നിന്ന് അങ്ങോട്ട് മൂന്നാമത്തെ സംഖ്യ എടുത്താൽ 1 വരും, ഇങ്ങോട്ട് മൂന്നാമത്തെ സംഖ്യ എടുത്താൽ 7 വരും. മനസ്സിലായോ? മൂന്നാമത്തെ സംഖ്യ എടുത്താൽ മക്കളെ 90ാമത്തെ ഡിഗ്രി കണ്ടുപിടിക്കാം. മനസ്സിലായോ? 6ാമത്തെ സംഖ്യ എടുത്താൽ 150 കിട്ടുമെങ്കിൽ 180ൻ്റെ പകുതി 90. അപ്പോൾ മൂന്നാമത്തെ സംഖ്യ എടുത്താൽ മതി. ഇങ്ങോട്ട് 3 7, അങ്ങോട്ട് 3 1. അപ്പോൾ നമ്മുടെ A എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പേർക്ക് സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ. ആരൊക്കെയാണ്? 1നും അതുപോലെ 7നും. എടാ 1ഉം പറ്റും 7ഉം പറ്റും. ശരി, ഞാൻ ആദ്യം 1 ചെയ്ത് കാണിച്ചു തരാം. 60 ഇൻറ്റു മക്കളെ 1/11. 60 ഇൻറ്റു 1 60. 60 ഇൻറ്റു 1 60. 60/11 എന്ന് വരും. 60/11 ചെയ്യുമ്പം 5ഉം 11ൽ 5 വരും. നമ്മൾ നേരത്തെ ചെയ്തതാണ്. 5ഉം 11ൽ 5 എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇങ്ങനെ പറയാം. നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന പോലെ തന്നെ 4 മണി കഴിഞ്ഞ് 5 മിനിറ്റും 11ൽ 5 സെക്കൻഡും. 4 മണി കഴിഞ്ഞ് 5 മിനിറ്റും 11ൽ 5 സെക്കൻഡ്. 4 മണി കഴിഞ്ഞ് 5 മിനിറ്റും 11ൽ 5 സെക്കൻഡ്. ഇതാണ് ഒരു സമയം. പക്ഷേ അന്ന് ഇതല്ലായിരുന്നു ഓപ്ഷനിൽ കിടന്നത്. സെക്രട്ടറി ടെസ്റ്റിന് ഈ ചോദ്യം ചോദിച്ചപ്പം ഓപ്ഷനിൽ ഇതില്ലായിരുന്നു. അടുത്തതായിരുന്നു ഓപ്ഷൻ അതിലുണ്ടായിരുന്നത്. എങ്കിൽ അടുത്ത സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം. ഏറാ 7 ഇട്ടുകൊണ്ട് മക്കളെ 60 ഇൻറ്റു നമുക്കറിയാം 60A/11. 60 ഇൻറ്റു 7/11 ചെയ്ത് നോക്കാം. 6 7 42. 42 420/11 വരും. ശരി, 420/11 ചെയ്യുമ്പം 38ഉം 11ൽ 2 വരും. ഓക്കെ, ശരിയല്ലേ? നോക്കാം. 420 11 കൊണ്ട് ഹരിക്കുമ്പം 11 3 33. 11 3 33. ശിഷ്ടം 9 90 8 11 8 88. ശിഷ്ടം 2 വരും. ഓക്കെ, അപ്പോൾ 38ഉം 11ൽ 2 വരും. നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? 4 മണി കഴിഞ്ഞ് 38 മിനിറ്റും 11ൽ 2 സെക്കൻഡും. 4 മണി കഴിഞ്ഞ് 38 മിനിറ്റും 11ൽ 2 സെക്കൻഡും. ഇതാണ് മറ്റൊരു ഉത്തരം മക്കളെ. ഇത് രണ്ടും ശരി ഉത്തരവാണ്. ഇത് രണ്ടും ശരി ഉത്തരവാണ്. എന്നാൽ അന്നത്തെ പരീക്ഷയിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇത് ഓപ്ഷനകത്ത് ഇല്ലായിരുന്നു. അന്നത്തെ ഓപ്ഷനകത്ത് ഉണ്ടായിരുന്ന സംഗതി ഇവനായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ശരി ഉത്തരം ഇവനായിരുന്നു. 4 മണി 38 മിനിറ്റ് 11ൽ 2 സെക്കൻഡ്. 4 മണി 38 മിനിറ്റ് 11ൽ 2 സെക്കൻഡ്. മനസ്സിലായോ? എളുപ്പമല്ലേ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് പരിശോധിച്ചാലോ? ഇത് ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് കരുതട്ടെ. ശരി, അടുത്ത ചോദ്യം. 7 മണിക്കും 8 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ മട്ടകോണിലാകുന്നത്? 7 മണിക്കും 8 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ മട്ടകോണിലാകുന്നത്? ശരി, നമുക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെ. മട്ടകോണിലാണെങ്കിലും നമ്മുടെ സമവാക്യം മക്കളെ 60A/11. അപ്പം 3 in 1. 3 in 1. 3 ക്വസ്റ്റ്യൻസിനും ഒറ്റ രീതിയിൽ ഉത്തരം കണ്ടുപിടിക്കുന്നു. 3 in 1. മനസ്സിലായോ? അപ്പം ഒരേ ദിശയിലാണെങ്കിലും എതിർ ദിശയിലാണെങ്കിലും മട്ടകോണിലാണെങ്കിലും നമ്മുടെ സമയം കാണുന്ന സൂത്രവാക്യം 60A/11. 60 × A/11. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം ഇങ്ങനെ. 7 മണിക്കും 8 മണിക്കും ഇടയിൽ ഏത് സമയത്താണ് മട്ടകോണിലാവുന്നത്?
നമുക്കറിയാം മട്ടകോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ 7 90 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യയാണ് നമ്മുടെ എ. പക്ഷേ 90 ഡിഗ്രി വരുമ്പോൾ മാത്രം നമുക്കറിയാം ഒരു സംഖ്യയുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കാൻ 2 പേർക്ക് പറ്റും. എങ്കിൽ 7 90 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യകളെ കണ്ടുപിടിക്കണം. 90 ഡിഗ്രി ഉണ്ടാക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ മൂന്നാമത് കിടക്കുന്ന സംഖ്യകളായിരിക്കും. എങ്കിൽ 1 2 3 4 ഇങ്ങോട്ട് എടുത്താൽ 1 2 3 ഇതാ 10. എങ്കിൽ 7 90 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യകൾ 4 മക്കളെ 10. 4 10. നമുക്ക് 2 ഇട്ട് ചെയ്യാം. ആദ്യം 4 ഇട്ട് ചെയ്യാം. 60 × 4/11. 6 4 24. 240/11 വരും. 240 11 കൊണ്ട് ഹരിക്കുമ്പം നോക്കാം. 240/11 ചെയ്യുമ്പം 2 22 ശിഷ്ടം 2 20 ഒരു വട്ടം 11 ശിഷ്ടം 9. ഓക്കെ, 21 11 9 വരും. 21 11 9. നമ്മളെങ്ങനെ മാറ്റി എഴുതുന്നത്? നമ്മൾ മാറ്റി എഴുതുന്നത് ഇതാ 7 മണി കഴിഞ്ഞ് 21 മിനിറ്റും 11 9 സെക്കൻഡും. 7 മണി കഴിഞ്ഞ് 21 മിനിറ്റും 11 9 സെക്കൻഡും. 7 മണി 21 11 9. ക്ലിയർ? ശരി, ഇതിൻ്റെ രണ്ടാമത്തെ സമയം കണ്ടുപിടിക്കാം. 10 ഇട്ട് ചെയ്യാം. 60 × 10/11. 600/11. ശരിയാണോ? 600/11 ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് ചെയ്യാം 600/11. 11 5 55 ശിഷ്ടം 5. വീണ്ടും 50 11 4 44 ശിഷ്ടം 6. ശരിയാണോ? അപ്പം മനസ്സിലായി. ഇതാ ഇവിടെ എത്ര? 54 11 6 വരും. 54 11 6 എന്ന് പറഞ്ഞാൽ 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 11 6 സെക്കൻഡും. 4 മണി കഴിഞ്ഞ് 54 മിനിറ്റും 11 6 സെക്കൻഡും എന്ന് പറയാം. അപ്പോൾ 7 മണി 21 11 9. 7 മണി 54 11 6. മനസ്സിലായോ? ഇത് രണ്ടും ശരി ഉത്തരങ്ങൾ തന്നെയാണ്. ക്ലിയർ ആണെന്ന് കരുതട്ടെ. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങളാണ് ഒറ്റ രീതിയിൽ ചെയ്ത് പഠിച്ചത്. വളരെയധികം ഉപകാരം ചെയ്യുന്ന ഈ ക്ലാസ് ഇഷ്ടമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിൽ കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ ഫ്രം വിശാഖ് പാവുമ്പ.